ഹായ് ഹലോ നമസ്തേ വെൽക്കം ടു ഷാലൂസ് കിച്ചൺ. ഇന്ന് ഞാൻ ടേസ്റ്റി ആയിട്ടുള്ള ഒരു എഗ്ഗ് നൂഡിൽസ് ആണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് ഈ നൂഡിൽസ് ഒന്ന് വേവിച്ചെടുക്കണം. അതിന് കുറച്ച് വെള്ളം വച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം. വെള്ളം തിളയ്ക്കുമ്പോൾ അതിലോട്ട് കുറച്ച് ഉപ്പും എണ്ണയും കൂടെ ഒഴിച്ച് തിളപ്പിക്കണം. വെള്ളം നന്നായിട്ട് വെട്ടി തിളയ്ക്കണം കേട്ടോ. വെട്ടി തിളയ്ക്കുമ്പോൾ അതിലോട്ട് നൂഡിൽസ് ചേർത്ത് കൊടുക്കാം നമുക്ക്. നൂഡിൽസ് പകുതി വേവാകുമ്പോൾ തന്നെ നമുക്ക് അതിൽ നിന്ന് കോരി മാറ്റണം. ഇങ്ങനെ പകുതി വേഗമാകുമ്പോൾ നമുക്ക് അതിൽ നിന്ന് കോരി മാറ്റാം. എന്നിട്ട് അതിലോട്ട് കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ചു വെക്കണം, അല്ലെങ്കിൽ അത് കൂടുതൽ വേഗമായി പോവും. അതൊന്ന് വെള്ളം തോർന്നതിന് ശേഷം നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റി നിരത്തി വെക്കാം. അപ്പോൾ അത് ചൂടൊന്ന് ആറി കിട്ടും, നല്ല ഡ്രൈ ആയിട്ടിരിക്കും. എന്നിട്ട് ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ വെജിറ്റബിൾസ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം നമുക്ക്. കുറച്ച് സവാളയും ക്യാപ്സിക്കവും ക്യാരറ്റും പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇത് തയ്യാറാക്കാൻ വേണ്ടി ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ട് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടാവുമ്പോൾ ഞാൻ അതിലോട്ട് 3 മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. മുട്ട ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കണം. കുറച്ച് ഉപ്പും കൂടെ അതിലോട്ടിട്ട് വറുത്തെടുക്കാം. മുട്ട ഈ പരുവത്തിലൊന്ന് വറുത്തെടുത്തതിന് ശേഷം എന്നിട്ട് ഞാൻ മുട്ട ഒരു സൈഡിലോട്ട് മാറ്റിയിട്ട് അതിലോട്ട് തന്നെ ആ എണ്ണയിൽ തന്നെ വെളുത്തുള്ളി ഒന്ന് ചെറുതായിട്ട് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ പച്ചമുളകും കുറച്ച് സവാളയും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റണം. ഇതെല്ലാം ഹൈ ഫ്ലെയിമിൽ വെച്ച് ചെയ്യണം. ഇത് ഒരുപാട് വഴന്നു പോവേണ്ട ആവശ്യമില്ല, ചെറുതായി ഒന്ന് വഴന്നാൽ മതി. എന്നിട്ട് അതിലോട്ട് കുറച്ച് ക്യാപ്സിക്കവും ക്യാരറ്റും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കണം. ഈ മുട്ടയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. എന്നിട്ട് നമുക്ക് അതിലോട്ട് നൂഡിൽസ് ചേർക്കാം. നൂഡിൽസ് ചേർത്ത് ഒന്ന് ഇളക്കാം. എന്നിട്ട് അതിലോട്ട് 1 സ്പൂൺ ചില്ലി സോസും റെഡ് ചില്ലി സോസും 1 സ്പൂൺ സോയാ സോസും 1/2 സ്പൂൺ വിനിഗറും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് അതിലോട്ട് ആവശ്യമായ നൂഡിൽസ് മസാലയാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. നൂഡിൽസ് മസാലയും കുറച്ച് ഉപ്പും മുളക് പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള എഗ് നൂഡിൽസ് തയ്യാറായി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇത് നൂഡിൽസ് മസാല ചേർക്കുന്നത് കൊണ്ട് തന്നെ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ കിട്ടുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എല്ലാവരും ട്രൈ ചെയ്യണം.